ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അവക്കാഡോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീം 1 കപ്പ്, കണ്ടൻസ്ഡ് മിൽക്ക് 1/2 കപ്പും 1.5 അവക്കാഡോ ആണ് വേണ്ടത്. ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല സ്റ്റിഫ് ആവുന്നത് വരെ അത് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അവക്കാഡോ പീൽ ചെയ്തിട്ടെടുക്കാം. 1.5 അവക്കാഡോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അവക്കാഡോ ഇനി നമുക്ക് മിക്സിയിൽ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അവക്കാഡോ പേസ്റ്റിന് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലൊരു യൂണിഫോം കളർ കിട്ടുന്നത് വരെ മിക്സ് ചെയ്യണം. ഇപ്പം നമുക്ക് നല്ലൊരു ഗ്രീൻ കളറിലുള്ളൊരു മിക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കതിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഐസ്ക്രീമിന് മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടെയ്നർ ക്ലോസ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ആദ്യം 2 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഐസ്ക്രീം പുറത്തേക്ക് എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഐസ്ക്രീം ഒന്നും കൂടെ സ്മൂത്തായി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഐസ്ക്രീം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കത് ഒരു രാത്രി ഫുള്ള് ഫ്രീസറിൽ വെക്കണം. അടുത്ത ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ ഐസ്ക്രീം റെഡിയാവും. അപ്പം നമ്മുടെ അവക്കാഡോ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല ലൈറ്റായിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. സാധാരണ ഐസ്ക്രീമിനെ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ഐസ്ക്രീം ഒന്നുമല്ല. പിന്നെ കൂടുതൽ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡിന് പകരം ഹണി യൂസ് ചെയ്യാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. പിന്നെ ഐസ്ക്രീമിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.